Hello friends, welcome back to my YouTube channel. Welcome to Sandhya's Vlogs. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഫ്ലവർ ഷോയിൽ തന്നെയാണ്. അപ്പോൾ ഇത് ഫ്ലവർ ഷോയിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഞാൻ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരണം കേട്ടോ, കാരണം ഇത് അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോഴും നമ്മുടെ പൂക്കളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ കാണിച്ച ആ ഒരു ഭാഗമാണ്. നമ്മളിതേ ഒരു ഇങ്ങനെ കാറിൻ്റെ പിക്ചറും അതുപോലെ ബസ്സിൻ്റെ പിക്ചറും ഒക്കെ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കാണിച്ചല്ലോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ, അപ്പുറത്ത് പോയി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ബസ്സിനകത്ത് ഈ പൂക്കളുടെ ഇടയിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞു. ഈ ഒരു തോണിയും ഞാൻ കഴിഞ്ഞൊരു ഫസ്റ്റ് പാർട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. നിറച്ച് പൂക്കൾ, ഒരു പിങ്ക് കളർ പൂക്കളുണ്ട്. ചെടിച്ചട്ടികളാണ് നിറയെ ഉള്ളത് കേട്ടോ. ചെടിച്ചട്ടികളാണ് ആ തോണീൻ്റെ അടുത്ത് വെച്ചേക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് പൂക്കൾ കാണാൻ കേട്ടോ. ഇവിടെ നമ്മൾ കാണുന്നത് ആമ്പലിൻ്റെ ഒരുപാട് വെറൈറ്റീസാണ്. വൈലറ്റ് കളർ ആമ്പലും പിങ്ക് കളർ ആമ്പലും ഒരുപാടുണ്ട് ഇവിടെ. പൂക്കളുള്ളത് ഇത് ചെടിച്ചട്ടികളിൽ ചെടിയും അതുപോലെ പൂക്കളും ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഇത് അരളിയുടെ ചുവപ്പ് അരളി ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. പിങ്ക് അരളിയും ഉണ്ട്, ഇത് ചുവപ്പ് അരളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരളിയുടെ തന്നെ പല വെറൈറ്റി കളേഴ്സും ഞാനിവിടെ കണ്ടു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കാണുന്നത് വെറൈറ്റി വേറൊരു ടൈപ്പ് കാറുകൾ. ഇതൊക്കെ പല പല ഇങ്ങനെ ഒരു കാറ്, നല്ല ബസ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബൊട്ടാനിക്കൽ ഗാർഡനാണ്. തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോട്ടണി അവർ നടത്തുന്ന ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ എക്സിബിഷനാണ് നമ്മൾ ഇതിനകത്ത് നമുക്ക് ചെറിയ രീതിയിൽ കാണുന്നത്. അതായത് ഏതെല്ലാം തരത്തിലുള്ള ചെടികൾ, അതിൻ്റെ ഗുണങ്ങൾ, നമ്മുടെ ആയുർവേദ ചെടികളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ, അങ്ങനെയെല്ലാം അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറാം. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഇത് കണ്ടോ, ഒരുപാട് തരം ആയുർവേദ ചെടികളും അതിൻ്റെ ഗുണങ്ങളും ഇതെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കാം, കാലിൻ്റെ മുട്ടുവേദന, നീതിവീഴ്ച, അതിനൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സെൻറ്റ് മേരീസ് കോളേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോട്ടണി നമ്മൾ കാണികൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ അതെല്ലാം കണ്ടു കഴിഞ്ഞു. പിന്നത്തെ പുറത്തേക്ക് വീണ്ടും ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഇതേപോലെ പൂക്കളുടെ ഒരു മായാലോകം തന്നെയാണ്. ഫ്ലവർ ഷോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അയ്യോ എന്താ പറയുക, അത്രയ്ക്ക് മാത്രം പൂക്കളുടെ ഒരു വെറൈറ്റി കളക്ഷൻസ്. അറിയാമല്ലോ ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം കണ്ടു. പിന്നെ ഇങ്ങോട്ടേക്ക് പോരുമ്പോഴത്തേനും പൂക്കളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ, പച്ച കളർ നല്ല ഭംഗിയുള്ള ഇലച്ചെടികളിൽ മഞ്ഞ കളർ പൂക്കൾ, അതൊരു ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ പിങ്ക് കളർ, വൈറ്റ് കളർ, അങ്ങനെ പല നിറത്തിലുള്ള പൂക്കൾ, മഞ്ഞ കളർ പൂക്കൾ, പിങ്ക്, വൈറ്റ് എന്ന് വേണ്ട, ഒരു പൂക്കളുടെ ഒരു മായാലോക വിസ്മയം തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ നമ്മുടെ ഒരു ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്യാം അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലാഡിങ് ടൈൽസൊക്കെ ഒട്ടിച്ച് നല്ല ഗാർഡൻ സെറ്റ് ചെയ്യലൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് കടക്കുമ്പോൾ ചെടികളുടെ വിത്തുകളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് ഒരുപാട് തരത്തിലുള്ള ചെടികളുടെയും അതുപോലെ തന്നെ പൂച്ചെടികളുടെ ഉണ്ട്, അതേപോലെ തന്നെ തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ, അങ്ങനെ എല്ലാത്തിൻ്റെയും വിത്തുകൾ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിത്തുകളൊക്കെ വാങ്ങിക്കാം, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഇതിനെല്ലാം കിളിപ്പിച്ച് നമുക്ക് ചെടികളെ വളർത്തിയെടുക്കാവുന്നതാണ്. കണ്ടോ, നമുക്ക് ഏത് തരത്തിലുള്ള വിത്തും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സീഡുകൾ. അപ്പോൾ അത് കണ്ടോ, പൂക്കളുടെ ഉണ്ട്, അതേപോലെ തന്നെ ഇതൊക്കെ പൂക്കളുടെ ചെറിയ ചെറിയ ചെടികളും കുഞ്ഞു ചെടികളെയും വിത്ത് പാകി മുളപ്പിച്ച് ചെറിയ ചെടികളെ കുഞ്ഞു ചെടിച്ചട്ടിയിൽ അങ്ങനെയും വെച്ചിട്ടുണ്ട്. അത് കൂടാതെ വിത്തുകൾ മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. അതുപോലെ തക്കാളി, അതുപോലെ വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഇതിൻ്റെയൊക്കെ വിത്തിങ്ങനെ കിളിപ്പിച്ച് അതിത്തിരി വലുതായി അതിൻ്റെ കായ് പോലും ഉണ്ടായിക്കിടക്കുന്ന കാഴ്ചയും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വിത്തൊക്കെ വാങ്ങിക്കാൻ വന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ബാക്കിലോട്ട് നോക്കുമ്പോൾ നമ്മൾ വന്ന ആ വഴിയാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ. തക്കാളി ചെടിയിൽ തക്കാളി ഉണ്ടായി കിടക്കുന്നത് കണ്ടോ, ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. തക്കാളി ഉണ്ടോ, പച്ചത്തക്കാളി ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് അവിടെ തന്നെ ഇങ്ങനെ മുളപ്പിച്ച് ആ ചെടിച്ചട്ടിയിൽ വളർന്നിട്ടുള്ള തക്കാളിയാണ് കാണുന്നത്. അതുപോലെ തന്നെ വഴുതനങ്ങ, പച്ചമുളക്, വഴുതനങ്ങ നല്ല നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അങ്ങനെ വഴുതനങ്ങ ഇതെല്ലാം അവിടെ നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കാണുന്നത് എന്താ നോക്കുക. ഇനി നമ്മൾ കാണുന്നത് ഓർക്കിഡിൻ്റെ വെറൈറ്റി കളക്ഷൻസാണ്. ഒരുപാട് കളക്ഷൻസിൻ്റെ വരും.
ഓർക്കിഡിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസിൻ്റെ മനോഹാരിത കണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ തൃശ്ശൂരിലെ IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ പല വിഭാഗങ്ങളുടെ ഒരു എക്സിബിഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെയും മെക്കാനിക്കൽ, അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഓരോ പ്രതിബിംബങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കൃഷിക്ക് ആവശ്യമായ തരത്തിലുള്ള ഓരോ മെഷീൻസിൻ്റെ ഒരു ചെറിയൊരു എക്സിബിഷനാണ് ഈ ഭാഗത്ത് കാണുന്നത്. കൃഷിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് കണ്ടോ, ഇതെല്ലാം എക്സിബിഷൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭാഗമായിട്ട് IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് വച്ചേക്കുന്നതാണ്. പിന്നെ ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയും ഓരോ എക്സിബിഷൻസ് ആണ്. ഇതെല്ലാം ഒരു സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ എഞ്ചിനീയറിംഗിൻ്റെ കംപ്ലീറ്റ് വിഭാഗം കാണിക്കുന്നത്. പിന്നെ ഇതെല്ലാം അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ നടത്തിയിട്ടുള്ള ഓരോരോ പരീക്ഷണങ്ങളും അതിൽ നിന്നും അവർ കണ്ടുപിടിച്ചേക്കുന്ന ചില പുതിയതുണ്ട്. റോബോട്ടാണ് ഇരിക്കുന്നത്. ഇത് അവർ പറയുന്നത് വെച്ചാൽ ഓരോ ടെക്നോളജിയാണ്, പുതിയ ടെക്നോളജി അവരെങ്ങനെ ഡെവലപ്പ് ചെയ്ത് കണ്ടുപിടിച്ചേക്കുന്നതാണ്. ഇതൊന്നും മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടില്ല, പക്ഷേ സ്റ്റിൽ അത് അവരെ ഇന്നോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം പൂർത്തിയായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇത് നോക്കൂ, ഇത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ തന്നെയാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ ഒരു രൂപം ഇങ്ങനെ വിപണിയിൽ ഇറങ്ങിയിട്ടില്ല, പക്ഷേ അവരവിടെ ഇങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കടകളിൽ, അതായത് ഷോറൂംസിലൊക്കെ കൊണ്ടുവച്ചാൽ, ഫ്രണ്ടിൽ കൊണ്ടുവച്ചാൽ സെൻസറാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ഷെയ്ക്കായിട്ട് തരും. ഇത് കണ്ടോ, ഇതെല്ലാം വിപണിയിലേക്ക് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഇതേപോലത്തെ എക്സിബിഷൻ സെൻറ്ററിൽ അവരിത് നമ്മൾക്ക് വേണ്ടി കാണിക്കുകയാണ്. ഇങ്ങനത്തെ പുതിയ കാര്യങ്ങൾ അവർ ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. അപ്പോൾ ഷോറൂംസിലേക്ക് വേണ്ടിയാണ് അവരിത് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റി, അതിനായിട്ടൊക്കെ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് കണ്ടു. അതൊക്കെ ഇതുപോലെ കറണ്ടൊക്കെ പോയി എന്തെങ്കിലും തീ പിടുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു വിഭാഗം, ഒരു എക്സിബിഷൻ അവർ ഓരോ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് എക്സിബിഷനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. ഇത് ടെക്സ്റ്റൈൽ ഷോപ്സിലും അതുപോലെ ജ്വല്ലറി ഷോപ്സിലൊക്കെ വെക്കാനായിട്ട് പറ്റിയതാണെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം വിപണിയിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ഒരു ഗരുഡൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ട്. അത് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതെല്ലാം എഞ്ചിനീയറിംഗിൻ്റെ പല വിഭാഗത്തിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും കുട്ടികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അവർ പരീക്ഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ ഇത് ബിൽഡിങ്സ്, ഇത് അവരുടെ IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ തന്നെ ഒരു രൂപരേഖ അവർ കാണിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് കോളേജ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു എക്സിബിഷനാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെക്കാനിക്കൽ, സിവിൽ, അതുപോലെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാ വിഭാഗത്തിൻ്റെയും ഇതേപോലെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയും, നമ്മുടെ എക്സിബിഷൻസിൽ, എല്ലാ എക്സിബിഷൻസിലും നമ്മൾ കാണുന്ന തരത്തിലുള്ള കുറേ ഷോപ്സ്. പക്ഷേ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പല ഭംഗിയുള്ള ശില്പങ്ങളാണ് ഇവിടെ ഈ കാണുന്നത്. ഇത് നമുക്ക് അവർ വിൽക്കാനായിട്ട് വെച്ചേക്കുവാണ്. ഭംഗിയുണ്ട് കേട്ടോ. വ്യത്യസ്തമായ ഒരു രൂപങ്ങൾ തോന്നി എനിക്കിത് കണ്ടപ്പോൾ. നമുക്ക് വീടുകളിലേക്കൊക്കെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല പീസസ് ആണ്. ഈ ഇങ്ങനെ തടികളിൽ കൊത്തി ഉണ്ടാക്കി അത് നല്ലൊരു പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് വച്ചേക്കുന്നതാണ് നമ്മൾ ആദ്യത്തെ ഷോപ്പിൽ കാണുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ നടക്കുമ്പോൾ കാണുന്നത് നമ്മൾ സാധാ എക്സിബിഷൻ, എല്ലാ എക്സിബിഷനിലും പോകുമ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള വേറെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വഴികളിൽ കൂടിയൊക്കെ ഒന്ന് നടക്കാം. ഇത് കണ്ടോ, ഞാൻ ഇവിടെ കൂടി നടക്കുമ്പോൾ ഞാൻ ജസ്റ്റ് സൈഡ് വ്യൂ കൂടി കാണിക്കുന്നതാണ്. നമ്മൾ ചുറ്റി നടന്ന് വന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഈ കാണുന്നത്. പിന്നെ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ പുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ, അതുപോലെ ഒരുപാട് ചെരുപ്പ് വിൽക്കുന്ന കടകൾ, അങ്ങനെയെല്ലാം നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വഴികളിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് നമ്മൾ പോകുവാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതേപോലത്തെ ഷോപ്പുകൾ മാത്രമല്ല കേട്ടോ. ലാസ്റ്റ് നമുക്ക് നല്ലൊരു നഴ്സറി ഇവിടെയുണ്ട്. അവിടെ നല്ല ഈ പറഞ്ഞ പോലെ വിയറ്റ്നാം എയർലി പ്ലാവ്, അതുപോലെ ഒരുപാട് വെറൈറ്റി മാവ്, പിന്നെന്താ റംബൂട്ടാൻ, പിന്നെ ഒരുപാട് അങ്ങനെയുള്ള ചിക്കുമരങ്ങൾ, അങ്ങനെ എല്ലാം വിൽക്കാനായിട്ടുണ്ട്. എല്ലാത്തിനും കായ്കൾ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളും കൂടിയുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റിലേക്ക് നമ്മൾ നടന്ന് ചെല്ലുമ്പോഴാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി വിചാരിക്കരുത് ഇതേപോലത്തെ കടകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇനി അങ്ങോട്ട് നല്ല മനോഹരമായ നഴ്സറീസ് കൂടി നമുക്ക് കാണാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് സന്തോഷത്തോടെ നടക്കാം വരും. കണ്ടോ, ഇതൊക്കെ സ്റ്റോളുകളാണ്, അറിയാലോ. നമുക്ക് ചെരുപ്പുകളുടെയും ഒരുപാട് സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാടല്ല, എന്നാലും നമുക്ക് കാണാനായിട്ട് ആവശ്യത്തിനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ടേക്ക് നടക്കുവാണ്.
ഇവിടെ വരെ എത്തിയപ്പോൾ നമ്മുടെ ആ ഒരു കടകളുണ്ടല്ലോ, നമുക്ക് ഓരോന്നും വാങ്ങിക്കാൻ പറ്റിയ കടകളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭക്ഷണം കാര്യങ്ങളുടെ കടകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിപ്പോൾ സ്വീറ്റ് കോൺ, അതുപോലെ നമ്മൾ സാധാരണ എക്സിബിഷൻ സെൻറ്റേഴ്സിലൊക്കെ കാണുന്ന പോലെ വെറൈറ്റി ബജ്ജികളുടെ കട, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കരിമ്പ് ജ്യൂസിൻ്റെ കട. ഞാനൊരു കരിമ്പ് ജ്യൂസ് കുടിച്ചു തന്നു, അതെനിക്ക് കരിമ്പ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതേപോലത്തെ എക്സിബിഷൻ സെൻറ്റേഴ്സിൽ നമുക്ക് കരിമ്പ് ജ്യൂസ് കിട്ടുള്ളൂ അല്ലേ. അല്ലാതെ കരിമ്പ് ജ്യൂസ് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ പോയാൽ കിട്ടും, അല്ലാതെ നമ്മുടെ നാട്ടിൽ അങ്ങനെ വേറെ എവിടെയും കരിമ്പ് ജ്യൂസ് കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനത്തെ എക്സിബിഷൻ സെൻറ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഇത്രയും നമ്മൾ നടന്ന് ഞങ്ങളാണെങ്കിൽ ഒരു ഉച്ചയ്ക്കൊരു 12 ആ സമയത്താണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഭയങ്കര വെയിലും, അപ്പോൾ ആ സമയമാണല്ലോ ഇതൊക്കെ കാണാനായിട്ട് ഭംഗി വെച്ചിട്ടാണ് നമ്മൾ ആ സമയത്ത് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ എന്തായാലും എനിക്ക് അത്രയും ദാഹിച്ചു കേട്ടോ. അപ്പോൾ ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ ഞാൻ പറഞ്ഞില്ലേ ഒരു അടിപൊളി നഴ്സറി ഉണ്ടെന്ന്, അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി കാഴ്ചകളൊക്കെ കാണാം. അത് ഇങ്ങനെ ചെടികളെല്ലാം ഇങ്ങനെ വിൽക്കാനായിട്ട് വച്ചിട്ടുണ്ട്. അതായത് ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ചെടികളാണ് കേട്ടോ. ഇതൊക്കെ സെയിലാണ് ഈ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ നഴ്സറികൾ അവരുടേതായ ഇങ്ങനെ ഒരു വെറൈറ്റി ചെടികൾ ഇങ്ങനെ വച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെടികൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഫ്ലവർ ഷോയിനകത്തുള്ള ചെടികൾ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ അത് ഇപ്പോൾ നടക്കില്ല, അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ല. ഇത് ഏകദേശം കഴിയാറാവുന്ന സമയത്തേ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെയും മിനിയേച്ചർ രൂപ ഇപ്പുറത്തുണ്ട് കേട്ടോ, നമുക്ക് വാങ്ങിക്കാനായിട്ട് നഴ്സറികളിൽ നിന്ന് സാധിക്കും. ഇത് കണ്ടോ, പ്ലാവാണ് കേട്ടോ, കുഞ്ഞ് ഇതിനകത്ത് ഉണ്ടായിരിക്കണേ. പക്ഷെ നല്ല ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചക്കയാണ്, പക്ഷെ നല്ല രസമുണ്ട്. നമ്മുടെ വിയറ്റ്നാമേറിലെ ഈ പ്ലാവാണ് കേട്ടോ അത്. പിന്നെ അതേപോലെ തന്നെ മാവ് ഒരുപാട്, ഇത് ചെമ്പരത്തി ചക്ക, മാവ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാം. എന്നിട്ട് 3 വർഷം പോലും വേണ്ടാന്നാണ് പറയുന്നത്. 1.5 വർഷത്തിനുള്ളിൽ ചക്ക ഉണ്ടായിരിക്കണത് നമ്മളതിൽ കണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ സപ്പോട്ട, പേരയ്ക്ക എന്ന് വേണ്ട, എനിക്കത് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ. നമ്മൾ നഴ്സറീസ് ചെല്ലുമ്പോൾ കാണുന്നത് തന്നെയാണ്. എന്നാലും ഈ ഒരു 1.5 വർഷത്തിനുള്ളിൽ ആ പ്ലാവിൽ അങ്ങനെ ചക്ക ഉണ്ടായിരുന്നു. നല്ല മധുരമുള്ള ചക്കയെന്നാണ് അവർ പറയുന്നത്. കുറച്ചൊരു വലിപ്പം വെക്കും, കാരണം പ്ലാവ് ചെറുതാണല്ലോ. അപ്പോൾ കുറച്ചൊരു വലിപ്പം എന്താണെങ്കിൽ വെക്കും ചക്കയ്ക്ക്. ഭയങ്കര വലുതാവുന്നില്ല, കാരണം പ്ലാവിന് താങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല തരത്തിലുള്ള പ്ലാവും മാവും എല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ. പേരയുണ്ട്, പിന്നെ ഓറഞ്ച്, ഈ ബുഷി ഓറഞ്ച് ഉണ്ടല്ലോ അതുണ്ട്. അത് കൂടാതെ സാധാ ഓറഞ്ച് ഉണ്ട്, പേരയ്ക്ക, സപ്പോട്ട എന്നും വേണ്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ വാങ്ങാനായിട്ട് സാധിക്കും. ഇതുണ്ട്, മൾബറി പ്ലാന്റ് വരെ നമുക്കിവിടെ വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കണ്ടു നടന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തൽക്കാലത്തേക്ക് ഉണ്ടോ വിയറ്റ്നാം സൂപ്പർ ഏർലി ഐശ്വര്യ ഗാർഡൻസ് എന്നാണ് ചെമ്പരത്തി ചക്ക, അതുപോലെ എല്ലാത്തിൻ്റെയും തൈകൾ ഇവിടെ ലഭ്യമാണ്. എല്ലാം 2 വർഷം മാക്സിമം 2 വർഷത്തിനുള്ളിൽ എല്ലാം കായ്ക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇത് കായ്ച്ച് കിടക്കുന്നത് നമ്മൾ കണ്ടു, നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ കണ്ടപ്പോൾ. അതായത് കണ്ടോ, ഞാവൽപ്പഴത്തിൻ്റെ തൈയാണേ. അമ്പഴങ്ങയുടെ പോലും അമ്പഴങ്ങയ്ക്ക് കാലത്ത് എവിടെ കാണാനോ അല്ലേ, നമുക്കങ്ങനെ കിട്ടാത്ത കാര്യങ്ങളാണ്. അതിൻ്റെ പോലും മധുരമുള്ള അമ്പഴങ്ങ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ചെടികൾ ഇവിടെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. അത് സപ്പോർട്ടൊക്കെ ഉണ്ടായി കിടക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയാണ്. ഇതിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിക്കും 1 വർഷം മതി. ഇപ്പം തന്നെ കായ്ച്ചു അത് അല്ലേ. ഇനിയിപ്പോൾ 1 വർഷത്തോടെ കുറച്ചുകൂടി ഹൈറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കായ ഉണ്ടാവും. ചെറുനാരങ്ങയുടെ ചെടിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ടു. ഞാൻ വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം ഇനി ഇവിടെ കൊണ്ട് വെക്കുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഞാനിത് നോട്ട് ചെയ്ത് വെച്ചു. അപ്പം വാങ്ങിക്കാം ആ സമയമാകുമ്പോൾ എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ ഫ്ലവർ ഷോയുടെ ലാസ്റ്റിലേക്ക് വരുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ വിൽക്കാനായിട്ടുള്ള ഇതുപോലത്തെ ചെടികളും എല്ലാം വെച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഫ്ലവർ ഷോ? ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് മുമ്പ് എറണാകുളത്ത് പോയപ്പോൾ അവിടെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ തൃശ്ശൂർ വന്നപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് പോയി കണ്ട് അതിൻ്റെ വീഡിയോ എടുത്ത് എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിച്ചത്. എനിക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഫ്ലവർ ഷോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇവിടെ ചെറിയ ചെറിയ മാവുകളാണ്, എല്ലാം പൂത്ത് നിൽക്കുന്നു. മാമ്പൂ കണ്ടല്ലോ അല്ലേ, ഒരുവിധം എല്ലാ മാവിനും പൂത്തിട്ടുണ്ട്. ഇത് കണ്ടോന്നേ പ്ലാവിൽ ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് രസമായിട്ടല്ലേ ചക്ക ഉണ്ടായി കിടക്കുന്നത്, കാണാനായിട്ട് ഇത് ക്യൂട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് നല്ലൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈക്കും ഷെയറും അതുപോലെ വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞു കണ്ടോ, എല്ലാം നല്ല ഭംഗിയായിട്ട് ഏത് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന ഫ്രഷായിട്ട്. ആ റംബൂട്ടാൻ ഉണ്ടായി കിടക്കുന്നുണ്ട് കണ്ടോ, റംബൂട്ടാനാണ് അവിടെ ഉള്ളത്. പിന്നെ ഇതെല്ലാം ബുഷി ഓറഞ്ച് ആട്ടോ കണ്ടോ, ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കുഞ്ഞു ഓറഞ്ചുകൾ ഉണ്ടല്ലോ അതാണ്. പക്ഷേ ഇത് പിടിക്കും കേട്ടോ.
കാരണം ഇത് വാങ്ങിച്ചിട്ടേ ഇതിങ്ങനെ ഓറഞ്ച് ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ചില വീടുകളിലെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് കാഴ്ചകൾ. നമ്മൾ അവിടെ മുഴുവനും ഫ്ലവേഴ്സ് ഇപ്പോഴത്തെ സൈഡ് മുഴുവൻ ഒന്ന് വിൽക്കാനായിട്ടൊക്കെ അതിൻ്റെ ചെടികളും അതുപോലെ എല്ലാം വിത്തുകളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് കാഴ്ചകൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കണ്ടാലോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങുവാണ്, നേരെ പാർക്കിങ്ങിലേക്ക് നടക്കുവാണ് കേട്ടോ. അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ ബൈ.